ഉദ്വേഗജനകമായ തെരഞ്ഞെടുപ്പിൽ മഹായുദ്ധിക്ക് മഹാരാഷ്ട്രീയ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസവുമായി ഇറങ്ങിയ മഹാവികാസ് അഘാടി സഖ്യത്തിനേറ്റത് കനത്ത പ്രഹരമാണ്. 120-ലധികം സീറ്റുമായി ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. മറാത്ത ശക്തർ പിൻ സീറ്റിലേക്ക് മാറിയ പോരാട്ടത്തിൽ ഷിൻഡെയോ ഫട്നവിസോ അടുത്ത മുഖ്യമന്ത്രി എന്നത് മാത്രമാണ് ഇനി ചോദ്യം. എക്സിറ്റ് പോളുകൾ തെറ്റിയില്ല. ആദ്യ മണിക്കൂറുകൾ മുതൽ 3-1 ലീഡുമായി മുന്നേറിയ മഹായുദ്ധിക്ക് ഹാട്രിക് വിജയം. 2014 മോദി തരംഗത്തെയും മറികടന്ന ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു വശത്ത് ബി.ജെ.പിക്ക് മറാഠ മണ്ണിൽ ചരിത്ര വിജയമെങ്കിൽ മറുവശത്ത് മത്സരിച്ച 103 സീറ്റുകളിൽ 2 ഡസനോളം സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന്റെ പതനമാണ്. കൂട്ടിവെച്ചാൽ പോലും ബി.ജെ.പിയുടെ പകുതി എത്താതെ മഹാവികാസ് അഘാടി സഖ്യം 60-ൽ താഴേക്കൊതുങ്ങി. ലോക്സഭാ ഫലത്തോടെ ബി.ജെ.പി ദുർബലമായെന്ന വാദം മാറ്റിയെഴുതുന്ന ഈ വിധി ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന് വലിയ നിരാശയുണ്ടാക്കും. കരാട് സൗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ, ബാരാമതിൽ അജിത് പവാറിനോട് തോറ്റ ശരത് പവാറിന്റെ ചെറുമകൻ യുഗേന്ദ്ര പവാർ, അങ്ങനെ തോറ്റവരുടെ നിര പ്രമുഖരുടേതാണ്. പരുത്തി മേഖലയായ വിദർഭയിലെ കർഷകരോഷം തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലും കോൺഗ്രസിന് പിഴച്ചു. 62 സീറ്റുള്ള മേഖലയിൽ ഫട്നാവിസിന്റെ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് അടക്കം 40-ലധികം സീറ്റാണ് മഹായുദ്ധി പിടിച്ചത്. ശിവസേന NCP പിളർപ്പുകൾക്ക് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 2019 മുതൽ ആരംഭിച്ച രാഷ്ട്രീയ കോലാഹലങ്ങളിൽ ആരാണ് യഥാർത്ഥ ശിവസേനയെന്നും ആരാണ് യഥാർത്ഥ NCPയുമെന്ന തർക്കത്തിൽ ഉദ്ധവ് ശരത് പവാർ പക്ഷത്തിന് കടുത്ത തിരിച്ചടിയാണിത്. അധികാര രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ അടക്കമുള്ള അധികായർക്ക് കാലിടറി. എന്നാൽ പ്രസക്തമായ ചോദ്യം മുഖ്യമന്ത്രി ആരാകുമെന്നതാണ്. ഏക് ഹേ തോ സേഫ് ഹേ, മോദി ഹേ തോ മുംകിൻ ഹേ. ഒന്നിച്ചു നിന്നാൽ സേഫായിരിക്കാമെന്നും മോദി ഉണ്ടെങ്കിൽ എന്തും സാധിക്കാമെന്നുമാണ് ഈ ചോദ്യത്തിന് ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയ മറുപടി. ഭരണം പിടിക്കാൻ 145 സീറ്റ് വേണ്ടയിടത്ത് 120-ലധികം സീറ്റുകൾ ബി.ജെ.പിയുടെ കയ്യിലാണ്. എന്നാൽ ഏറ്റവും വലിയ കക്ഷിക്ക് മുഖ്യമന്ത്രി പദം എന്നൊരു തീരുമാനമില്ലെന്ന് ഷിൻഡെ പറയുന്നു. ബി.ജെ.പിയും സേനയും ഒന്നിച്ച് ഭൂരിപക്ഷം കടക്കുമെന്ന സ്ഥിതിയായതിനാൽ കിങ് മേക്കറാകാനുള്ള അജിത് പവാറിന്റെ അവസരവും അസ്തമിച്ചു. സഭാ കാലാവധി നവംബർ 26-ന് അവസാനിക്കുമെന്നതിനാൽ സർക്കാർ രൂപീകരിക്കാൻ 72 മണിക്കൂറാണ് ഇനി മുന്നിലുള്ളത്. നവംബർ 25-ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് 26-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള ഒരുക്കങ്ങൾ ബി.ജെ.പി ആരംഭിച്ചു കഴിഞ്ഞു. നാടകങ്ങൾ അരങ്ങേറാതെ സർക്കാർ രൂപീകരിക്കാൻ മഹായുദ്ധിക്ക് കഴിയുമോ എന്നത് 2 ദിവസത്തിൽ അറിയാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.